ശുഭാപ്തി വിശ്വസ്തയോടെ പരീക്ഷ എഴുതാമെന്നാണ്. അതായത് SSLC +2 പരീക്ഷ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു SSLC +2 പരീക്ഷ, അതായത് മാർച്ച് 3-ാം തീയതി മുതൽ സംസ്ഥാനത്തെ SSLC +2 സ്റ്റേറ്റ് ബോർഡ് പരീക്ഷകൾ ആരംഭിക്കുകയാണെന്ന്. നമ്മളത് സന്തോഷം ഒക്കെ, അതായത് നമ്മളന്ന് ആ വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, എന്താ കുട്ടികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, SSLC പരീക്ഷ 3-ാം തീയതി ആരംഭിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വന്ന കമൻ്റ് ആയിരുന്നു, ഇതെങ്ങനെയാണ് സന്തോഷ വാർത്തയാവുന്നത്, സങ്കട വാർത്തയല്ലേ, ഇത് കേട്ടിട്ട് പേടിയാവുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും കടന്നു പോകും. അതെ. ഇപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താ പറയുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യകതയേ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സ് പറയുന്നത്, അല്ലേ? 10ാം ക്ലാസ് എങ്ങനെയെങ്കിലും പാസ്സായാൽ എല്ലാവരും കേട്ടുപടുത്തൊരു കാര്യം. പിന്നെ നമ്മൾ വിചാരിക്കും, 10ലൂടെ ഇത് കേട്ടാ മതിയല്ലോ. അല്ല, +2 ചെല്ലുമ്പോഴും സെയിം ഡയലോഗ് പറയും, +2 ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഡിഗ്രിക്കും ഇത് പറയുന്ന ടീച്ചേഴ്സുണ്ട്, PGക്കും ഇത് പറയുന്ന ടീച്ചേഴ്സുണ്ട്. അപ്പം എന്തായാലും നമ്മളിതെല്ലാം തരണം ചെയ്ത് പോകും. അപ്പം ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ഇപ്പോഴേ തയ്യാറാകണം. അതായത് മാതൃകാ ചോദ്യങ്ങൾ, മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക. ചിലപ്പം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് SSLC പരീക്ഷ, നമുക്ക് പുതിയ ചോദ്യത്തെ നമുക്ക് നേരിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പാഠഭാഗങ്ങൾ, സിലബസിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കണം. അപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പം സിലബസിലില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ, ചിലരുണ്ട് സിലബസിൽ ഇല്ലാത്തതും ഉള്ളതും എല്ലാം പഠിക്കും. അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. അതായത് സിലബസിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം, അതായത് സിലബസിനനുസരിച്ച് മാത്രം പാഠങ്ങൾ പഠിക്കുക. പിന്നെ ചെയ്ത് പഠിക്കാവുന്ന വിഷയങ്ങൾ എഴുതി പഠിക്കണം. അതായത് നമ്മൾ ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ മെമ്മറി നിൽക്കുന്നത് നമ്മൾ എഴുതി പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കുമെന്ന് പറയും. അതുപോലെ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്ന് പഠിച്ചാൽ മെമ്മറിയിൽ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ പഠിച്ചോ? രാവിലെ പഠിച്ചാൽ, വെളുപ്പിനൊക്കെ ഇരുന്ന് പഠിച്ചാൽ, ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കണം. അപ്പോൾ ആരും കാണത്തില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല 10ാം ക്ലാസ് +2 ഡിഗ്രി ഒന്നും, പക്ഷെ ഞാൻ PG അങ്ങനെ പഠിച്ചായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി 3 മണിക്ക് എഴുന്നേക്കും. ഞാൻ 3 മണിയൊന്നും കണ്ടിട്ട് കൂടിയില്ല. ഞങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 5 മണി വരെ ഇരുന്ന് പഠിക്കും. അപ്പോൾ ആ സമയത്ത് ബാക്കി എല്ലാവരും ഉറക്കമായിരിക്കും. ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഇരുന്ന് പഠിക്കും. എന്നിട്ട് 5 മണിയാകുമ്പം ഞങ്ങൾ രണ്ടും കയറി കിടന്നിട്ട് 7 മണിക്ക് ഇരുന്നേക്കും. അപ്പം ഞങ്ങൾ ആ കിടന്നുറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ള പിള്ളേരിന്ന് പഠിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കത് മെമ്മറിയിൽ നിൽക്കും. പിന്നെ പഠിക്കുമ്പോൾ ഓരോ മണിക്കൂറിന് ശേഷം 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. അതായത് കണ്ടിന്യൂസ് ഇങ്ങനെ പഠിക്കാതെ, നമ്മളൊരു 1 അവർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ബ്രെയിൻ മടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. പിന്നെ ഇടയ്ക്ക് പത്രം വായിക്കാനും TV കാണാനും കുറഞ്ഞ സമയം ചിലവഴിക്കുക. അപ്പം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോയി ഒന്ന് പത്രം വായിക്കുക, ഒന്ന് TV കാണുക, വേണമെങ്കിൽ ഒന്ന് മൊബൈലിൽ നോക്കുക. ഓക്കെ. പരീക്ഷാ ഹാളിൽ അരമണിക്കൂർ മുമ്പെങ്കിലും എത്തണം. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് സുഹൃത്തുക്കളുമായിട്ട് പാഠഭാഗ ചർച്ച ഒഴിവാക്കണം. നമ്മുടെ പ്രധാന പ്രശ്നം അതാണ്. കൂട്ടുകാരത്തി അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, എടി നീ ഇത് പഠിച്ചോ, എടി ഇതെന്താ അങ്ങനെയുള്ള കുറേ ടോക്ക് നമ്മൾ നടത്തും. അപ്പോൾ ആ ഉള്ള സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാൽ മേ ബി ഓർത്തിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പരീക്ഷാ ഹാളിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കണം എന്നൊക്കെയാണ്, അത് നമ്മൾ പറയാൻ കാര്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ ഭക്ഷണം നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ട കാര്യമാണ്. അതായത് പഠിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കുകയേ ചെയ്യേണ്ട. നമ്മൾ ഫുഡ് കഴിക്കണം. ചില കുട്ടികളുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരാളുണ്ട്, ഇങ്ങനെ പരീക്ഷ വന്നാൽ പിന്നെ പേടിയാ, ഭക്ഷണം കഴിക്കത്തില്ല. ചിലർക്ക് പരീക്ഷാ പേടിയുണ്ട്. പരീക്ഷയാണെന്ന് കേൾക്കുമ്പോഴേ പനി വരും, അല്ലേ? ചിലർക്ക് പരീക്ഷാ പേടിയുണ്ട്. അപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കണം. തണുത്ത ഭക്ഷ്യവസ്തുക്കൾ, ഐസ്ക്രീം, ശീതീകരിച്ച ജ്യൂസ്, കാർബണേറ്റ് ലായനികൾ എന്നിവയെല്ലാം ഉപേക്ഷിക്കണം. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഫ്രഷ് ജ്യൂസ്, സാലഡുകൾ എന്നിവ കഴിക്കണം. കൂടുതൽ മാംസാഹാരം കഴിക്കരുത്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മാംസാഹാരം കൂടുതൽ കഴിക്കരുത്. പ്രഭാത ഭക്ഷണം നിർബന്ധമായിട്ടും കഴിക്കണം. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റാണ്. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തേ ഇല്ലായിരുന്നു. രാവിലെ 10 മിനിറ്റ് യോഗയോ വ്യായാമമോ ചെയ്യണം. അത് ഞാൻ ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളെങ്കിലും അത് ചെയ്യണം കേട്ടോ.
രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ അകാരണമായി പരീക്ഷയെക്കുറിച്ച് വ്യാകുലപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത് രക്ഷിതാക്കളോടുള്ളതാണ്. കുട്ടികളോട് പരീക്ഷ പഠിക്കെന്ന് പറയരുത്. പരീക്ഷാ കാലയളവിൽ അതിഥികളെ പരമാവധി ഒഴിവാക്കണം. ഉറക്കെയുള്ള രാഷ്ട്രീയ ടെലിവിഷൻ ചർച്ചകൾ ഒഴിവാക്കാനും രക്ഷിതാക്കൾ ശ്രമിക്കണം. അതായത് ഈ പരീക്ഷ ടൈമിൽ നിങ്ങൾ TV ഒന്നും കാണണ്ട. കുട്ടികളില്ലാത്ത ടൈമിൽ TV കാണും. അപ്പം നമ്മൾ TV വെക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി TVയിലോട്ട് പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.